ഹലോ ഡിയേഴ്സ്, എങ്ങനെയാണ് എപ്പോഴാണ് ഏത് രൂപത്തിലാണ് ആദ്യം ഒരു പെണ്ണിൻ്റെ ഇതിൽ ടച്ച് ചെയ്യേണ്ടത്? ഇതിന് പെട്ടെന്നായിരിക്കും അവരോട് പോയി സ്ക്രബൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് അവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തേജനം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കില്ല. പക്ഷെ ഒരു ശരിയായ ഒരു ലെവലിൽ ശരിയായ ഒരു രീതിയിൽ അത് ചെയ്യുമെങ്കിൽ വളരെ നന്നായിട്ട് അവരെ ഉത്തേജിപ്പിക്കാനും മാത്രമല്ല ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്തൊരു സുഖം അവർക്ക് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റും. എങ്ങനെയാണല്ലേ? ഫോർ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ അവരുടെ ഇന്നർ വെയർ അഴിക്കാതെ തന്നെ, അതായത് പാൻറ്റീസിന് മുകളിലൂടെ തന്നെ വളരെ സോഫ്റ്റായിട്ട് തൊട്ടില്ല എന്ന് പറയുന്ന പോലെ ടച്ച് ചെയ്യുന്നത് വളരെയധികം ഉത്തേജനം കൊടുക്കാൻ വേണ്ടി അവർക്ക് സഹായിക്കും. നമ്മുടെ ശരീരത്തിലാണെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ചാക്കുന്ന സുഖമാണോ, ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ തൊടുമ്പോൾ സുഖമാണോ, അവിടെ നമുക്കൊരു എന്താ പറയുക, ഒരു ഫെദർ ടച്ചാണ് കിട്ടുന്നത്. അതിൻ്റെ സുഖമൊന്നും വേറെ തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് ഗ്ലിസറിയിൽ ആദ്യം ഉണ്ടാക്കുന്ന ആ ഒരു ടച്ച്, അത് പാൻറ്റീസിൻ്റെ മുകളിലൂടെ ഉണ്ടാകുന്ന ഒരു ടച്ച് അവർക്ക് ഭയങ്കരധികം ഒരു ഉത്തേജനം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. പൂവിനെ കൈകാര്യം ചെയ്യുന്ന ലെവലിൽ വേണം നിങ്ങളൊരു യോനിയും കൈകാര്യം ചെയ്യാൻ. സോഫ്റ്റായിട്ടുള്ള ഒരു ടച്ച്, ഒരു സോഫ്റ്റായിട്ട് തല, ഒരു റിതം എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു റിതം അവർക്ക് വളരെ നല്ലൊരു ഉത്തേജനം കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ട്, അതുപോലെ തന്നെ നേരെ തിരിച്ചും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല ആയതലകൾ പോലുള്ള ഭാഗത്ത് ആ ഭാഗത്തേക്ക് പതിയെ ടാപ്പ് ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പതിയെ ടാപ്പ് ചെയ്യുന്നതൊക്കെ അവർക്ക് വളരെ നന്നായിട്ടൊരു ഉത്തേജനം കൊടുക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഈ രീതിയിൽ, അതുപോലെ തന്നെ യോനി കവാടത്തിൻ്റെ അവിടെ ആ ഒരു സുഷിരത്തിൻ്റെ ഔട്ട് സൈഡായിട്ട് നന്നായിട്ട് ഉത്തേജിപ്പിക്കുന്ന വളരെ സോഫ്റ്റായിട്ടുള്ള ടച്ച് വളരെ നന്നായിട്ട് അവർക്ക് ഉത്തേജിക്കാൻ വേണ്ടി ഇരിക്കും. അപ്പോൾ ഈ ലെവലിലായിരിക്കണം നിങ്ങൾ അവിടെ ടച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അതിനുശേഷമാണ് അവരുടെ ഹോട്ട് പോയിന്റ്. എവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയുള്ള ഗ്ലിസറിൻ്റെ ഭാഗത്ത് ഹോട്ട് പോയിന്റിൽ അതിൻ്റെ മുകളിലുള്ള, അതായത് ലിംഗത്തിൻ്റെ പോലെയുള്ളൊരു പ്രൊജക്ഷൻ അവർക്കുണ്ട് അല്ലേ. അതായത് യോനിയിലാണ് ഇതിൻ്റെ മുകളിലായിട്ട് വരുന്നൊരു കുഞ്ഞു പ്രൊജക്ഷൻ മുകളിലേക്ക് തള്ളി നിൽക്കുന്നത്. അവിടെ ആ സ്കിന്ന് പുറത്തോട്ടേക്ക് മാറ്റിയിട്ട് അവിടെ ഉത്തേജിപ്പിക്കുന്നത്. അതാണ് അവർക്ക് ഏറ്റവും ഇപ്പോൾ ഒരു സ്വയംഭോഗം ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ആ ഒരു ഭാഗം മാത്രമേ എവിടെ ടച്ച് ചെയ്തില്ലെങ്കിലും അവർക്ക് നല്ലൊരു രീതി മുറിച്ച് കിട്ടാൻ വേണ്ടി അത് സഹായിക്കും. നിങ്ങൾക്കൊരു സ്ത്രീ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർ സ്വയംഭോഗം ചെയ്യുന്നതാണ് വളരെ നല്ലത്. ഇപ്പോൾ തുറന്ന് പറയാൻ മടിയുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്വയംഭോഗം കണ്ടിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ഇവിടെ എങ്ങനെ ഏത് രീതിയിൽ ടച്ച് ചെയ്യുന്നു, ഏത് പ്രഷർ ടച്ച് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും അതുപോലെ ചെയ്ത് കൊടുത്തിട്ട് വളരെ നന്നായിട്ട് അവരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള അവരുടെ ലിംഗത്തിൻ്റെ തിക്നെസ്സും നീളവും ഒക്കെ കറക്റ്റ് സൈസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന വളരെ നൂതനമായിട്ടുള്ള ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താം. വൈവേദ്യൻ്റെ റോളറിൽ ലിംഗത്തിൽ പറ്റുന്നവരെ യഥാർത്ഥ സൈസിലേക്ക്, നീളത്തിലേക്കും തടിയിലേക്കും കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ലൈംഗിക സമയം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. സ്കിന്നിൽ എന്തെങ്കിലും തരത്തിൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കും. കൂടുതൽ നിരക്ക് ഉദാഹരണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. പ്യുവർ ആയുർവേദമാണ്, 100% ആയുർവേദമാണ്. ഇത് റോൾ ഓൺ ആണ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് റോൾ ചെയ്താൽ മതിയാവും ലിംഗത്തിലേക്ക് കേട്ടോ. സ്റ്റാമിന കൂട്ടാൻ മാത്രമല്ല, നിങ്ങളുടെ ഫോർ സ്കിന്നൊക്കെ എന്ത് ഇഷ്യൂസ് ഉള്ളതാണെങ്കിൽ അതിൽ തെച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ സ്കിൻ ടൈറ്റ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് കേട്ടോ. നോ പാരബിൻ, നോ സൾഫേറ്റ്, നോ മിനറൽസ്, ടോക്സിക് ആയിട്ടുള്ള ഒന്നുമില്ല. നോൺ ടോക്സിക് ആണ്, ആൽക്കഹോൾ ഫ്രീയും ആണ് കേട്ടോ. പെട്ടെന്ന് ശുക്ലം പോകുന്നു എന്നൊക്കെ പറഞ്ഞ കംപ്ലൈൻറ്റ് പറഞ്ഞവർക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്കിർക്കും അതുപോലെ ഡ്രൈനെസ് ഒക്കെ അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അസ്കാർ, സാലം, ടിൽ ഓയിൽ, അശ്വഗന്ധ, ശിലാജിത്ത, ഗാർത്തര, ജയ്പാൽ, അമ്പോർ, ലോബൻ ഇവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഹാർഡായിട്ട് ലോങ് ആയിട്ടൊരു ലൈംഗിക ബന്ധമൊക്കെ താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൈകൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ യൂണിൻ്റെ താഴെ കൂടെ പോയിട്ട് ഒരു കപ്പ് പോലെ അവിടെ അങ്ങനെ നിൽക്കുക. ആ ഒരു ചൂട് അവർക്ക് അതൊരു ഭയങ്കരമായിട്ട് റോസിൽ ബ്ലഡ് ഫ്ലോ ഒക്കെ ഇങ്ങോട്ട് കൂട്ടാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ക്രിസരിൻ്റെയൊക്കെ മുകളിൽ വരുന്ന ഹെയർ ഉള്ള ആ ഭാഗത്ത് അവിടെ ടാപ്പ് ചെയ്യുന്നത്, അവിടെ ഹെയർ ഉണ്ടെങ്കിൽ നല്ല പുള്ളി ചെയ്യുന്നതൊക്കെ അവർ വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്രിസരിയിൽ ഈ സർക്കുലർ മോഷനിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, ചെയ്ത് ആ റൗണ്ട് വളരെ ചെറുതാക്കി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കുന്നത് ഭയങ്കര ഒരു ഷിവറിങ് ഉള്ള ഒരു രീതി മുറിച്ച് കൊടുക്കാനൊക്കെ സഹായിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരേപോലെ കിടന്നിട്ട് ഒരേ പൊസിഷനിൽ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണമെന്നില്ല, പല
പൊസിഷനുകളായിട്ട് തിരിച്ചും മറിച്ചും തിരിഞ്ഞും ചെരിഞ്ഞും ഒക്കെ കിടന്നിട്ട് നിങ്ങൾക്ക് ഈ യോനിയിൽ ഉത്തേജിപ്പിക്കാം. ഇപ്പം നിങ്ങൾ കൗകൾ പോലെയൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീ മുകളിലായിട്ട് വരുന്ന ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിരൽ കൊണ്ട് നിങ്ങൾക്ക് ക്രിസ്റ്റലി ഉത്തേജിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കളിപ്പാട്ടങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ തിരിഞ്ഞ് ഡോഗി പോലെയുള്ള വരുമ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഉത്തേജിപ്പിക്കാം. അങ്ങനെ പല പൊസിഷനിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം ടാപ്പ് ചെയ്യുകയോ കൂടുതൽ മുറുക്കി സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യുമോ, പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഉത്തേജിതമാകും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് വിത്ത് ന്യൂ ടോപ്പിക്. ബൈ.